കൊല്ലം കളക്ടറേറ്റിന് സമീപം ചേർന്നു പോകുന്ന ദേശീയപാത 66 കുഴികൾ അപകടക്കണികളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. റോഡിന്റെ മധ്യഭാഗത്ത് രൂപപ്പെട്ട കുഴികൾ അടയ്ക്കാൻ ശ്രമിച്ചില്ലെങ്കിലും റോഡ് നടുവിൽ ഒരു അപായ സൂചനാ ബോർഡ് ഉണ്ട്. അരുൺ ചെയ്യുന്നു. അരുൺ, അത് വലിയ മഹാഭാഗ്യമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ പല റോഡുകളിലും നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പോയി കുഴിയിൽ വീണ് മറിഞ്ഞ് താഴെ കിടക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ കുഴിയുണ്ടെന്നുള്ള കാര്യം. ഇത് കുഴിയുണ്ട്, സൂക്ഷിക്കണം, പട്ടിയുണ്ടെന്ന് പറയുന്ന പോലെ ഒരു ബോർഡുണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അരുൺ, അഷ്മിത്, ഈ പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാർ വെച്ചതല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് വെച്ചത് ഇവിടുത്തെ നിരന്തരമായ അപകടങ്ങൾ കണ്ട നാട്ടുകാരാണ്. ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് തിരുമംഗലം കടമ്പാട്ടുകോണം ദേശീയപാത. അത് കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയാണ്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാത. അതാണ്ട് ഒരു സ്കെയിലുണ്ട്. ഈ റോഡിൽ നിന്ന് ഈ കുഴിയുടെ അകലം നമ്മൾ പരിശോധിച്ചാൽ 11 സെന്റിമീറ്ററാണ് ഹാഷ്മി ഒരു കുഴിയുടെ ആഴം എന്ന് പറയുന്നത്. അങ്ങനെ നിരവധിയായ കുഴികൾ, അത് ഈ കുഴിയിൽ വീഴാതെ സൂക്ഷിക്കണം എന്ന ബോർഡാണ് ഇവിടെ വെക്കേണ്ടത്. കാരണം ഈ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയിലാണ് ദാണ്ട് ഹാഷ്മി ഇത്തരത്തിൽ 13, 12, 11 സെന്റിമീറ്റർ ആഴത്തിലാണ് ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ കുഴികളുള്ളത്. ഞാൻ ഈ പറഞ്ഞ അപകട സൂചന ബോർഡാണ് ദാണ്ട് ഈ കാണുന്നത്. ഈ സൂചന ബോർഡ് ഇവിടെ വെച്ചത് ദാണ്ട് ഈ നിൽക്കുന്ന നാട്ടുകാരാണ്. അദ്ദേഹത്തിന്റെ കട തൊട്ടപ്പുറത്താണ്. അതുകൊണ്ടാണ് ഈ ബോർഡ് അദ്ദേഹം ഇവിടെ വെച്ചത്. ചേട്ടനല്ലേ ഈ ബോർഡ് എടുത്തോടെ വെച്ചത്? എന്തുകൊണ്ടത്? ഇത് കുഴി വീണത് 6 അപകടം പറ്റി. ഇന്നലെ രാത്രി ഒരു പയ്യൻ വന്ന് വീണ് ആറ്റിങ്ങലുള്ളയാണ്. തെറിച്ച് വീണത് ബൈക്ക് ഇവിടെയും ആൾ അങ്ങുവാ പോയത്. അങ്ങനെ ആ പയ്യനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു കാർ ഇത് ഇടിച്ച് തെറിപ്പിച്ച് 300 മീറ്ററോളം ഗേൾസ് സ്കൂളിന്റെ മുമ്പിൽ കൊണ്ടിട്ട് അവിടുന്ന് ഞാൻ പോയി രാത്രി കൊടുത്തോണ്ട് ഗതികെട്ട് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ വീഴുക. 8:30 മണിക്ക് ചാറ്റ മഴയത്താണ് ഈ സംഭവം എല്ലാം നടന്നത്. എന്നിട്ട് ഒരു പ്രാവശ്യം വന്ന് ഇച്ചിരി ടാർ ചെയ്യും, ബാക്കിയുള്ള കുഴി എത്തില്ല, മെറ്റിൽ കഴിഞ്ഞില്ല, മഴയെന്ന് പറഞ്ഞ് അവർ പോയി. PWക്കാരായിരുന്നു. അതിനു മുമ്പ് ഈ കുഴി മഴയില്ലാത്തപ്പോഴോ ഇപ്പൊ 3 ദിവസം ഇന്നലെയും മെനയാന്നുള്ള മഴ. അതിനു മുമ്പ് വന്നിട്ടാണ് 6 മാസത്തോളം ഈ കുഴി വന്നിട്ട്. ജില്ലയിൽ 3 മന്ത്രിമാരാണ് ഹാഷ്മി ഉള്ളത്. ഈ 3 മന്ത്രിമാർ ദിനം പ്രതി നിരവധി പരിപാടികൾക്ക് കളക്ടറേറ്റിലേക്ക് അടക്കം വരുന്നതാണ്. എന്തുകൊണ്ട് ഇവർ ഇത് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എന്തായാലും ഈ കടയിലെ ജീവനക്കാരനാണ് ഇവിടെ പേടിച്ച് നിൽക്കുന്നത്. കാരണം ഈ കുഴിയിൽ വീഴുന്ന വണ്ടി സ്വാഭാവികമായി ഈ കടയിലേക്ക് വരുന്നുണ്ട്. ഈ വണ്ടിയും കൂടെ ഇപ്പൊ രാവിലെ ആക്സിഡന്റ് പറ്റിയ വണ്ടിയാണ്. സംഭവം വണ്ടി ഈ കുഴിക്കകത്ത് വന്ന് ഇടിച്ച് വണ്ടി ഓഫായി. ആ പുള്ളിക്കാരൻ പിന്നെ വണ്ടി അനങ്ങുന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് ഇന്ന് എന്തായാലും ഞായറാഴ്ചയല്ലേ, വർക്ക്ഷോപ്പില് ആളില്ലല്ലോ, അപ്പം എന്തായാലും നാളെ വന്ന് എടുക്കാന്നും പറഞ്ഞങ്ങ് പോയതാ. ഇതുവരെ ഈ വരുന്ന യാത്രക്കാർ ഇരുചക്ര വാഹനത്തിന്റെ യാത്രക്കാരാണ്. ഈ വഴിയാണോ സ്ഥിര യാത്ര? ദുരിതമാണ്. വലിയ കുഴപ്പമില്ല, പോകുന്നത്. കുഴിയിലൊക്കെ വീണ് ദിവസവും പോവാണ്. എന്താ പറയുന്നത് ചേച്ചി, വണ്ടിയുടെ പിൻസീറ്റിൽ ഈ കുഴിയിൽ വീണുള്ള യാത്ര? ബുദ്ധിമുട്ടാണ്, വയ്യാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, സഹിക്കാന്നുള്ളതേ ഉള്ളൂ. അതെ അതെ. കാരണം ജനം സഹിച്ച് മുന്നോട്ട് പോവുകയാണ് ഹാഷ്മി. ആരോട് പരാതി പറയാനാണ്, ആരോട് പറയാനാണ് എന്ന ചോദ്യമാണ് ജനം ആവർത്തിച്ച് ചോദിക്കുന്നത്. മനുഷ്യപ്പറ്റുള്ള കുറെ മനുഷ്യർ ഇതേപോലെ ഈ കുഴി മൂടാനും അതേപോലെ തന്നെ ഇത്തരം അപായ സൂചന ബോർഡുകൾ എടുത്ത് വെക്കാനും രംഗത്തിറങ്ങുന്നുണ്ട്. അതിനപ്പുറം ഒരാൾ പോലും ഇതിൽ സഹായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത് വഴി കടന്നു പോകുന്ന വാഹനങ്ങൾ എമ്പാടും അപകടത്തിൽപ്പെട്ടാൽ സ്വാഭാവികമായും അതിന്റെ അവസ്ഥ അത് ദുരിതപൂർണ്ണമാകുന്നുണ്ട്. ഈ കാറിലൊക്കെ വരുന്നവരുടെ അവസ്ഥ അത് വളരെ ശ്രദ്ധിച്ചാണ് ഈ കുഴിയിൽ ഇറക്കി പോകുന്നത്. കാരണം ഈ റോഡ് തുടർച്ചയായി ഇത്തരത്തിൽ നിരവധിയായ അപകടങ്ങൾ ഉണ്ടാകുന്നു, ആൾക്കാർക്ക് പരിക്കേൽക്കുന്നു. മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് ജനം തന്നെ ഇതിന്റെ സുരക്ഷാ കവചം ഒഴുക്കുന്നത്. ഈ അപായ സൂചന ബോർഡ് ഇരിക്കുന്ന ഭാഗം ഹാഷ്മി, ഈ റോഡിൽ നിന്ന് ഏകദേശം 12 സെന്റിമീറ്ററാണ് ഈ കുഴിക്കുള്ള ഒരു താഴ്ച. ആരാണ് ഇതിന് ഉത്തരവാദി, അല്ലെങ്കിൽ ഇതിനെ ആരാണ് പരിഹരിക്കേണ്ടതെന്ന ചോദ്യമാണ് ജനം തന്നെ ചോദിക്കുന്നത്. കൊല്ലത്ത് ഇതുപോലെ 100 മീറ്റർ ഒരു ഡിസ്റ്റൻസിൽ നിരവധിയായ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരിടത്ത് പോലും പരിഹാര നടപടികൾ ഉണ്ടാകുന്നില്ല. സ്ഥലത്തെ MLA യോ മന്ത്രിമാരോ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ വന്നു പോകുന്നു, പോലീസ് എസ്കോർട്ടോട് വന്നു പോകുന്നു. അതിനപ്പുറം അവർക്ക് ഈ റോഡിലെ കുഴികൾ അടയ്ക്കാനോ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്താനോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വലിയ പരാതിയായി ഉയരുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, ഇത് തന്നെയാണ് എല്ലായിടത്തും യാഥാർത്ഥ്യം. ഇതാരും കാണാത്തതല്ല, ഇതാരും അറിയാത്തതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.